my great pleasure to now welcome our principal, Mrs. Sophia Tajuddin, who stands as a beacon of knowledge and inspiration to us. Without further ado, ladies and gentlemen, let's welcome Sophia ma'am on stage to grace us with her insightful words and to formally address the gathering. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. A very happy and enjoyable good evening to all. Let me start with Islamic greeting itself. Assalamu alaikum wa rahmatullahi wa barakatuhu. എല്ലാവരും കാത്തിരുന്നൊരു ദിവസം എത്തിയേക്കാണല്ലേ. ടീച്ചേഴ്സും കുട്ടികളും പാരൻസും ഏതാണ്ട് ഒരു മാസമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നൊരു ദിവസമാണിത്. ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് കുറേ ആശങ്കകളുണ്ട് ഈ ദിവസം എങ്ങനെയാകും എന്നുള്ളതിൽ. കാരണം അറിയാമല്ലോ, ഇപ്പോൾ പ്രാക്ടീസിനൊക്കെ ദോസ് ഹു കെയിം യെസ്റ്റർഡേ വോണ്ട് ബി ദെയർ ടുഡേ. അപ്പോൾ ടീച്ചേഴ്സിന് ഇതെല്ലാ കുട്ടികളെയും കൂടെ ഒന്നിച്ച് കിട്ടിയ ഒരു ദിവസവും ഉണ്ടാവാൻ സാധ്യതയില്ല, ഈവൻ ഇഫ് ദേ ആർ ഡൂയിങ് ഫോർ ദ ലാസ്റ്റ് 1 month. അപ്പോൾ അതിൻ്റെ തന്നെ ടെൻഷനും ഒരു ആശങ്കയെല്ലാം ടീച്ചേഴ്സിനുണ്ട്. എങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ചെറിയ കുട്ടികളാണ് അവർ. ഈവൻ ഇഫ് ദർ ഇൽ ഹെൽത്ത് ആണെങ്കിലും അവരതിന് വേണ്ട മാക്സിമം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയെല്ലാം ഇന്ന് നമുക്ക് സ്റ്റേജിൽ കാണാൻ കഴിയും. എല്ലാവരും അത് ആസ്വദിക്കുമെന്ന് തന്നെ നല്ല ഉറപ്പുണ്ട്. പാരൻസുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. സത്യത്തിൽ ആനുവൽ ഡേ എന്നൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഒരുപാട് നേരത്തെ എത്തും. അതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, മീറ്റിങ്ങിന് വിളിച്ചാൽ പാരൻസ് ഇഫ് ഇറ്റ് ഈസ് 2 PM ദേ മേ റീച്ച് ബൈ 2:30 or 2:40 ഒക്കെ ആകുമ്പോൾ. അതേസമയം ആനുവൽ ഡേക്കൊക്കെ എല്ലാവരും, ബിക്കോസ് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം കാണാനുള്ളൊരു എന്താ പറയുക, അത്ര ഒരു എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ആനുവൽ ഡേയിലും എനിക്ക് തോന്നുന്നു പാരൻസ് എല്ലാം ഭയങ്കര ടൈമിൻ്റെ ഷോർട്ടേജ് കൊണ്ടോ എന്തോ ആയിരിക്കാം. എന്താണേലും നമുക്ക് സമയത്തിന് തന്നെ തുടങ്ങാതിരിക്കാൻ വേറെ നിർവാഹമില്ല. ഇൻഷാ അല്ലാഹ് പാരൻസ് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമയത്തിന് തുടങ്ങിയില്ലെങ്കിൽ കൃത്യമായൊരു ടൈം സ്ട്രക്ചർ വെച്ചിട്ട് നമ്മളിത് അജണ്ട പ്ലാൻ ചെയ്തേക്കുന്നത്. സോ വി ഹാവ് ടു വൈൻഡ് അപ്പ് ബൈ 10 PM ഇറ്റ്സെൽഫ്. അതുകൊണ്ടാണ് ഏതാനും പാരൻസ് ഉള്ളൂ എങ്കിലും നമ്മുടെ പ്രോഗ്രാം എല്ലാം നമ്മൾ ഇതേ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. എനിവേ ഓഡിറ്റോറിയത്തിലേക്ക് ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഹാപ്പി ടു സീ ദാറ്റ്. സോ ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു വെൽക്കം യു ഓൾ ഫോർ ദിസ് ഓസ്പീഷ്യസ് ഡേ ആസ് എ പ്രിൻസിപ്പൽ ഓഫ് ദി സ്കൂൾ. നമുക്ക് ഇന്നിവിടെ ചീഫ് ഗസ്റ്റായിട്ട് സിവിൽ എക്സൈസ് ഓഫീസറും വിമുക്തിയുടെ റിസോഴ്സ് പേഴ്സണുമായ ജദീർ PM നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, അദ്ദേഹം നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. നമ്മുടെ ഇൻവൈറ്റ് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം സമയത്തിന് മുന്നേ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇത് കഴിഞ്ഞ് വേറൊരു പ്രോഗ്രാം കൂടിയുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ I welcome from the bottom of my heart Jadeer sir. Welcome to this 14th annual Peace Day. മറ്റെല്ലാ പീസ് ഡേകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണ നമുക്ക് നമ്മുടെ ചെയർമാൻ്റെ പ്രസൻസ് ആണ് ഇല്ലാത്തത്. എല്ലാ ആനുവൽ ഡേകളിലും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, ഒരുപാട് സമയത്തിന് ആവശ്യമുള്ള ഒരു വ്യക്തി ആയിരുന്നിട്ട് കൂടി നമ്മുടെ 6 മണിക്കൂറോളം നീളുന്ന പ്രോഗ്രാമിൽ 4 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് 4 മണിക്ക് തന്നെ വന്ന് 10 മണി വരേക്കും നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിലുള്ള ചെറിയൊരു പ്രശ്നം കാരണം അദ്ദേഹത്തിന് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ അവസരത്തിൽ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു പ്രേ ഫോർ ഹിസ് ക്വിക്ക് റിക്കവറി ആൻഡ് ഫോർ ഹിസ് ഗുഡ് ഹെൽത്ത്. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നമ്മുടെ ഇടയിലേക്ക് ഇനിയും വരാൻ വേണ്ടിയിട്ട് എല്ലാവരോടും ദുആയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ആ ആബ്സെൻസ് നികത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ
നമ്മുടെ വൈസ് ചെയർമാൻ കൂടിയായ അബ്ദുറഹ്മാൻ സർ ഇവിടെ ഉണ്ട്. സർ ഇന്ന് മോർണിംഗ് ഹി കെയിം ഫ്രം സ്പെയിൻ, ബട്ട് ഈവനിങ് അൽഹംദുലില്ലാ ക്ഷീണമുണ്ടെന്നറിയാം, എങ്കിലും ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ ഈ പീസ് ഡേ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹവും ഭാര്യയും നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. ഐ വെൽക്കം യു ബോത്ത് ഓഫ് യു. വെൽക്കം യു സർ. അതേപോലെ തന്നെ നമുക്ക് സുപരിചിതമായ ഷമീന മാം, നമ്മുടെ ഈ 2 വർഷങ്ങളിൽ അഡ്മിഷൻ എടുത്ത പാരൻസിന് മാത്രമേ ഷമീന മാം ഒരു ന്യൂ ഫേസ് ആയിട്ട് തോന്നാൻ സാധ്യതയുള്ളൂ. ബാക്കി എല്ലാവർക്കും അവരെ അറിയാം. നമ്മുടെ ട്രസ്റ്റിയും അതേപോലെ തന്നെ മാനേജർ കൂടിയായ 2 വർഷങ്ങൾക്ക് മുന്നേ വരെ 24/7 എന്ന രീതിയിൽ തന്നെ നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ പേഴ്സണലായിട്ടും ഒഫീഷ്യലുമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ കൊണ്ട് മസ്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് കൊണ്ടാണ്. എങ്കിലും ഒക്കേഷൻ നമുക്ക് പല കാര്യങ്ങൾക്കും അൽഹംദുലില്ലാ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എല്ലാം അവൈലബിൾ ആണ്. സോ ഇന്ന് മാമും നമ്മുടെ കൂടെ ഉണ്ട്. ഐ വെൽക്കം ഷമീന മാം ടു ദിസ് ഡേ. അതേപോലെ തന്നെ വേദിയിൽ നമ്മളോടൊപ്പം ഒരുപാട് ഡിഗ്നിറ്ററീസ് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ മുഖങ്ങളും പരിചയമുള്ളവർ തന്നെ, പേരെടുത്ത് പറയണമെന്നില്ല, എങ്കിലും അവരെയും നാസർ സർ, PTA സെക്രട്ടറി സെറീന മാം, അതേപോലെ നമ്മുടെ കോർഡിനേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു ഡേയിനെ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട്, അതിൻ്റെ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹോൾ പ്രോഗ്രാമിനെ കോർഡിനേറ്റ് ചെയ്യുന്ന അതൊരു കളക്റ്റീവ് എഫേർട്ടാണ്. ഒറ്റക്കോ ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമല്ല, അത് നമ്മളെല്ലാവരും കൂടി ടീമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കോർഡിനേഷൻ നടത്തുന്ന നമ്മുടെ എല്ലാ കോർഡിനേറ്റേഴ്സും അൽഹംദുലില്ലാ ദേ ആർ ഓൾസോ ഓൺ ദ സ്റ്റേജ്. ഐ വെൽക്കം ഓൾ ദ കോർഡിനേറ്റേഴ്സ് ടു ദിസ് ഡേ. അതേപോലെ പ്രിഫെക്ട്സ് ഒരുപാട് പേരെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ലീഡേഴ്സായിട്ട് ലീഡേഴ്സിൻ്റെ ഒരു സിസ്റ്റം നിങ്ങൾക്കറിയാം. നമ്മൾ ഗ്രേഡ് 2ഉം ഗ്രേഡ് 8ലെയും കുട്ടികളാണ് നമ്മളുടെ പ്രിഫെക്ട് കൗൺസിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതൊരു ഡെമോക്രാറ്റിക് വേയിൽ ഒരു ഇലക്ഷനൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്മുടെ കുട്ടികളാണ്. ഒരു ഇലക്ഷനൊക്കെ നമ്മളൊരു ഡെമോക്രസി എന്താണെന്ന് പഠിപ്പിക്കാൻ, ഒരു സൊസൈറ്റി എന്താണെന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പർപ്പസിൽ ചെയ്യുന്നു. ആ 8th സ്റ്റാൻഡേർഡിലെ എല്ലാ കുട്ടികൾക്കും അവസരം കൊടുത്തുകൊണ്ടുള്ള ഒരു ലീഡർഷിപ്പ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദിസ് ഫോർ ക്വറ്റ് ലോങ് ഇയേഴ്സ് നമ്മൾ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഈ വർഷവും അതേപോലെ തന്നെ നമ്മുടെ ഗ്രേഡ് 8ലെ എല്ലാ മിടുക്കികളും ഇവിടെയുണ്ട്. അവർ പല മേഖലകളിൽ ലാംഗ്വേജ് ആയിട്ടോ കൾച്ചറൽ സെക്രട്ടറി ആയിട്ടോ ഏതെങ്കിലും ഓരോ പൊസിഷനുകളിൽ അവർ ലീഡർഷിപ്പ് ചെയ്യുന്നു. എല്ലാ ലീഡേഴ്സിനും ഹെഡ് ബോയ് ഹെഡ് ഗേൾ അടക്കമുള്ള എല്ലാ ലീഡേഴ്സിനെയും ഞാൻ വെൽക്കം ചെയ്യേണ്ട ആവശ്യമില്ല, എങ്കിലും വൺസ് അഗെയിൻ ഐ വെൽക്കം യു ഓൾ ടു ദിസ് പീസ് ഡേ ഫ്ലെയർ 2024. പാരൻസ് നമ്മളെല്ലാം പീസ് ഫാമിലി, അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ളവരല്ല എന്നറിയാം, എങ്കിലും നമ്മളൊരു ഭംഗിയായി എല്ലാവരും ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ദിവസത്തെ ഭംഗിയാക്കാൻ വേണ്ടിയുമെല്ലാം നിങ്ങളുടെ ഒരു സഹകരണവും സപ്പോർട്ടും എല്ലാം ഇതോടൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ദിവസത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം തന്നെയാണ്. സോ ഡിയർ പാരൻസ്, those who reach here and those who are coming, അൽഹംദുലില്ലാ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ദിവസത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സോ ഹിയർ ഫ്യൂ മോർ ഫോർമൽ ഫങ്ഷൻസ് ആർ ദേർ. കുറച്ച് പ്രിഫെക്ട്സിനെ ഓണർ ചെയ്യുക തുടങ്ങി, അതേപോലെ പാരൻസിൻ്റെ ക്വിസ് കോമ്പറ്റീഷനിലെ വിന്നേഴ്സിനെ ഓണർ ചെയ്യുക. നമ്മുടെ സ്ഥാപനത്തിൽ 10 വർഷമായിട്ടും 5 വർഷമായിട്ടും സർവീസ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഓണർ ചെയ്യുന്നൊരു സിസ്റ്റം എല്ലാ പീസ് ഡേകളിലും ഉണ്ട്. അങ്ങനെ ഏതാനും അവാർഡ് ദാനങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ്ലി വി വിൽ എൻ്റർ ഇൻ ടു ദ പ്രോഗ്രാംസ്. നമ്മുടെ കുട്ടികൾ അവിടെ ഗ്രീൻ റൂമിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി എല്ലാ പാരൻസിനും എല്ലാ ഡിഗ്നിറ്ററീസിനും സ്റ്റുഡൻസിനും എല്ലാവർക്കും പീസ് സ്കൂളിൻ്റെ പേരിൽ ഐ വെൽക്കം യു ഓൾ. താങ്ക് യു. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.